ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറ. ഞാനിന്ന് പുതിയൊരു വീഡിയോയും കൊണ്ടുവന്ന വേറൊന്നുമല്ല, നമ്മുടെ റബ്ബറിനകത്തെ കാട് കരിയാൻ മരുന്നടിക്കാൻ. അതിന് എത്ര രൂപ ചിലവുണ്ട്? എനിക്ക് 3 ഏക്കർ റബ്ബറാണുള്ളത്. അത് നല്ല വലിയ കാടാണ്. അതിന് എത്ര രൂപ ചിലവുണ്ട്, മരുന്നിന് എത്ര രൂപയായി, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞു തരാം. നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് മരുന്നടിക്കുന്നത്. ഫുള്ളടിച്ചോ കേട്ടോ, ഫുള്ളടിച്ചു. ഒന്നിനും കരിയോ? അത് സാരമില്ല, മരുന്നടി നമുക്ക് എന്തായാലും ചെയ്തു പോയില്ലയോ ചെയ്യാനേ. മാസ്ക് ഒന്നും വേണ്ടേട്ടാ. നല്ല കാടായിരുന്നു കേട്ടോ. കാട് എടുപ്പിക്കാൻ നിർത്തി കഴിഞ്ഞാലും നമ്മൾ 2 മാസം ഇതാകുമ്പോൾ ഒരു 3 മാസം 4 മാസത്തിന് വലിയ കുഴപ്പം വരുന്നില്ല. കഴിഞ്ഞ വർഷം അടിച്ചതാ. പിന്നെ ഇടയ്ക്ക് ഞാൻ കാട് തെളിപ്പിച്ചു ഒരു പ്രാവശ്യം. ഇവിടെയൊക്കെ 2 പ്രാവശ്യം തെളിപ്പിച്ചു. മേളിലോട്ട് 1 പ്രാവശ്യം തെളിപ്പിച്ചുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മളെ റബ്ബറിനെ മരുന്നടി. റബ്ബർ നല്ല കാട് കരിയാണ്. ഈ ചേട്ടനാണ്, ചേട്ടൻ്റെ പേര് ജനാർദ്ദനൻ എന്നാണ്. മേളി അടിച്ചാലോ? ഇല്ല, അടിച്ചാണോ? ഓ മേളത്തെ തുണ്ടില്ല. അപ്പോൾ 2 തുണ്ട് അടിച്ചു. ഇല്ലയോ? ഓക്കെ, ഇതാണ് നമ്മുടെ കെട്ടാവുള്ള റബ്ബറെ. 1 മാസം കൊണ്ട് ഞാൻ വെട്ട ഇറങ്ങുന്നില്ല. വെട്ട ഇറങ്ങുന്നത് നമ്മുടെ കത്തിൻ്റെ ആണ്. ഇത് കണ്ടോ, ഇത് ഫോറസ്റ്റാണ് കേട്ടോ. നമ്മളിതിൻ്റെ അതിര് ഈ മുള്ളുവേലി ഇട്ടുണ്ടോ, അതിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്. വലിയ തേക്കെല്ലാം വെട്ടിക്കൊടുത്തിട്ട് തേക്കിൻ തൈ പ്ലാന്റ് ചെയ്തേക്കുവാണ് കേട്ടോ. ഓടി അക്കരെ കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ്. എല്ലായും പോയി കണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? എൻ്റെ വീട് നേരെ അങ്ങേക്കരയാണ്. പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ വലിയ മരമൊക്കെ കാണുന്ന ആൾക്കാരെ വസ്തുവ. പക്ഷേ അവിടെ കഴിഞ്ഞാൽ പിന്നെ വനമാണ് തീർത്ത്. ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം കേട്ടോ ഞങ്ങളുടെ ആ സ്ഥലമൊക്കെ. അടവി എക്കോ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ കോന്നി ആനക്കൂടും അതിൻ്റെ ബാലൻസായിട്ട് അടവി കൊട്ടവഞ്ചി സവാരി. അത് ഇവിടുന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ കൊട്ടവഞ്ചി സവാരിയിലൊക്കെ ചെല്ലാൻ. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും. ഇതെല്ലാം മരുന്നടിച്ചതാണ്. ഇതെല്ലാം അടിച്ചാണോ? ഇത് കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. 2 കൈ ഏത് സമയം വർക്കിങ്ങില്ല. തോർത്തോടെ എടുത്ത് കട്ടെ മുഖത്തെ. പുള്ളിയോട് ഞാൻ ചോദിച്ചു, നമ്പർ കുഴപ്പമില്ലടാ, കാറ്റിൻ്റെ ദിശ നോക്കി. അപ്പം നമ്മുടെ ഏതെങ്കിലും ഡ്രൈവറിനകത്ത് കാടിന് ഇതുപോലെ മരുന്നടിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഈ ചേട്ടായി വന്ന് സെറ്റ് ചെയ്ത് തരും. എനിക്ക് 3 ഏക്കർ വസ്തുവാണ്. അതിനകത്തിപ്പം മരുന്നടിക്കാൻ എത്ര രൂപ ചിലവായി, എത്ര രൂപ പണിക്കൂലിയായി, ടോട്ടൽ ഞാൻ കണക്ക് പറയാം. ഇതിനു മുമ്പ് ഞാൻ തെളിപ്പിച്ചപ്പം എനിക്ക് 18,000 രൂപയായിരുന്നു ഒരു ട്രിപ്പ്. അന്നേരം ഇതിൻ്റെ പാതി കാടോ ഉള്ളായിരുന്നു. തെളിപ്പിച്ചപ്പോൾ എനിക്ക് 18,000 രൂപയായി. പക്ഷേ ഇപ്പം ഞാൻ ആ കാട് മരുന്നടിച്ചപ്പം എനിക്ക് 8,000 രൂപയോളം 2 ദിവസത്തെ പണിക്കൂലി, 2 പേര് വീതം 4 തച്ച് 8,000 രൂപയ്ക്ക് അടുത്തായി. പിന്നെ മരുന്ന് 11 ലിറ്റർ മരുന്നാണ് മേടിച്ചത്. കാട് കൂടുതലായതുകൊണ്ടാണ് അത്ര ആയത്. കാട് വലിയ കാടാണ്. അവിടെയൊക്കെ കാട് കുറവാണല്ലോ. ആ മേപ്പോട്ട് ഭയങ്കര കാടായിരുന്നു. ഒരു സൈഡ് മൊത്തം ഭയങ്കര കാടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മരുന്ന് അത്ര ആയത്.
11 ലിറ്റർ മരുന്ന് മേടിച്ചു. അത് 10 ലിറ്റർ ആയിട്ടുണ്ട്. 1 ലിറ്റർ നമുക്ക് ഇരിപ്പുണ്ട്. എല്ലാം കൂടെ നമുക്ക് 8ഉം 5,500, 8ഉം 5ഉം 13,500, 13,500 രൂപയെ നമുക്കായിട്ടുള്ളൂ. എനിക്കൊരു കാര്യമാണ്, അവിടുത്തെ കഴിവ് കൂടാതെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു 30 സെൻറ്റ് വസ്തുവിനകത്തൂടെ കാടടിക്കണമായിരുന്നു. അതുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. കാട് എന്ന് പറയുന്നത് നല്ല വലിയ കാടാണ്. ആ കാടിനാണ് മരുന്നടിച്ചത്. അതിനകത്ത് ഒത്തിരി മരുന്ന് ചിലവുള്ളതാണ്. വലിയ കാടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മരുന്ന് ചിലവുള്ളതാണ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളച്ചാട്ടം നിങ്ങളൊന്ന് നോക്കിയേ. എലിമുണ്ടയെ പോലെ ഒരു ഇത്തിരിയും വെള്ളമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും കൂട്ടുകാരെ. ടാറ്റാ.